അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇത് ഞങ്ങളുടെ നാടായ ചെട്ടിപ്പടി ഹാർബറിൻ്റെ ഒരു പ്രദേശമാണിത്. ചെട്ടിപ്പടി ഹാർബർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇതിവിടെ ഒരുപാട് വള്ളങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വള്ളങ്ങളെ പോലെയല്ല പഴയ കാലത്തുള്ള വള്ളങ്ങൾ. പഴയ കാലത്തുള്ളതായ ചുണ്ടൻ വള്ളങ്ങളും ഇപ്പോഴുള്ള ഫൈബർ ബോട്ടുകാരും അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ സംബന്ധിച്ചാണ് ഞാനിന്ന് ഇവിടെ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരുപാട് കൂട്ടുകാരിപ്പം ഫൈബർ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമെന്ന് പറയുന്നു. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ നൂറുൽ ഇസ്ലാം വള്ളത്തിൻ്റെ കിസ് പ്രോഗ്രാമൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. വളരെ സന്തോഷം. പക്ഷേ പ്രോഗ്രാമിൽ തന്നെ പ്രേക്ഷകർ തന്നെ ആദ്യം തന്നെ ഉത്തരം പറയുന്നുണ്ട്. ഇനി ദയവ് ചെയ്ത് പ്രേക്ഷകരാരും തന്നെ ഉത്തരം പറയരുത്. ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഉത്തരം പറയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരഭിപ്രായം. നിങ്ങൾ പറഞ്ഞാൽ മതി. ചോദ്യം ചോദിക്കും. ഇസ്ലാമിൻ്റെ വള്ളക്കാരൻ എന്താ ചെയ്യുക? ചോദ്യം ചോദിക്കുക, ഞങ്ങൾ കമൻറ്റിലേക്ക്. അതായത് പ്രേക്ഷകർ ഒരിക്കലും ആ സമയത്ത് ഉത്തരം പറയരുത്. കമന്റിൽ അയക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഉത്തരം പറഞ്ഞത്. അത് അൽഹംദുലില്ലാഹ്. പക്ഷേ ചില ആളുകൾ നെറ്റ് ഓൺലൈൻ ഉണ്ടാവും, ചിലപ്പോൾ ഓൺലൈൻ ഉണ്ടാവില്ല. ഈ ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ മത്സ്യത്തൊഴിലാളി വറുതിയിലേക്കാണ് പോണത്. പണിയില്ല, പലപ്പണിയാണ്. ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളൊക്കെ വളരെ വറുതിയിലേക്കാണ് പോകുന്നത്. ഒരുപാട് സ്ഥാപനങ്ങൾ സഹായിക്കുന്നവരാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തെ മത്സ്യത്തൊഴിലാളികളും പഴയ കാലത്തുള്ളതായ മത്സ്യത്തൊഴിലാളികളും തമ്മിൽ വ്യത്യാസമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പഴയ കാലത്ത് വെച്ചാൽ ഇപ്പോഴാണ് ഈ ആധുനിക യുഗം വന്നത്. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ആധുനിക യുഗം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ദിവസങ്ങളും ആഴ്ചകളും സെക്കൻഡുകളും മിനിറ്റുകളൊക്കെ അധികമനുസരിച്ച് ഓരോ കണ്ടുപിടുത്തങ്ങളാണ് ജനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അധ്വാനിച്ച പഴയ കാലത്ത് എന്ന് വെച്ചാൽ ഈ ഹാർബറും ഇങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ജനങ്ങൾ രാവിലെ സുബഹി നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന് മുമ്പോ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയത്. നമുക്കറിയാം, ഇതൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ സഹോദരന്മാരോട്, ഞാൻ സ്നേഹിക്കുന്നവരോട്, എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ അധ്വാനം മൻജദ്ദ വജദ, ആരെങ്കിലും അധ്വാനിച്ച് കഴിഞ്ഞാൽ അവൻ അതിനെ എത്തിക്കും എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. പഴയ കാലത്തുള്ള ചുണ്ടൻ വള്ളം, 2 കട്ടയുള്ള ചുണ്ടൻ വള്ളം, മുൻഭാഗത്തും കട്ട പിൻഭാഗത്തും കട്ട, അതിന് കൊമ്പ് എന്ന് പറയും. അത് അമരത്തും കട്ടയുണ്ട്, അണിയത്തും കട്ടയുണ്ട്. അന്നത്തെ കാലത്തൊക്കെ പഴയ കാലത്ത് ചുണ്ടൻ വള്ളം വരുന്നതിന് മുമ്പ് ബലക്കാർ തോന്നുന്നൊരു സമ്പ്രദായമുള്ളത്. എന്താണ് ഈ ബലക്കാർ തോന്നുന്നത്? ഇഞ്ചനൊന്നും ഇല്ലാതെ തൊഴിഞ്ഞുകൊണ്ട് തണ്ടും ചുക്കാനൊക്കെ വലിച്ചു കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരങ്ങനെ തുഴഞ്ഞുകൊണ്ട് വല വീശിക്കൊണ്ട് മീൻ പിടിച്ചു ആ കിട്ടുന്ന അധ്വാനമായിട്ട് അവർ വീട്ടിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളെ, പള്ളികളെ, മദ്രസകളൊക്കെ അവർ സഹായിക്കും കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചുണ്ടൻ വള്ളം വന്നു. അങ്ങനെ ചുണ്ടൻ വള്ളം വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ തോണികളൊക്കെ വന്നു. ആ സമയത്ത് ഇഞ്ചൻ ഓടിക്കുക, അഥവാ ഇഞ്ചൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇഞ്ചൻ കണ്ടിട്ടുണ്ടോ? ഈ കാണുന്ന സാധനമാണ് ഇഞ്ചൻ എന്നുള്ളത്. അത് ഇപ്പോൾ 25-40 ഇഞ്ചനൊക്കെ, പഴയ കാലത്ത് 8 ഇഞ്ചനാണ്. എന്താ വെച്ചാൽ യമഹൻ്റെ ഇഞ്ചൻ എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ തന്നെ 2 ഇഞ്ചിൻ ഉപയോഗിച്ച കാലഘട്ടം മതി. ഒന്ന് യമഹ, മറ്റൊന്ന് ജോൺസൺ. ഈ ഇഞ്ചനൊക്കെ ഉപയോഗിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചൻ ഓടിച്ചുകൊണ്ട് പോയിട്ടിരിക്കും. അങ്ങനെ എണ്ണ നിറക്കും, ഇഞ്ചൻ ഓടിക്കും, തോണി പോകും, അല്ലെങ്കിൽ ചുണ്ടൻ വള്ളം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവിടെ നിന്ന് മീൻ പിടിച്ച് കൊണ്ടുവരും. അതിനുശേഷം ചുണ്ടൻ വള്ളം വന്നു, ബലമൊക്കെ വന്നു, റോപ്പൊക്കെ അങ്ങനെ ബല വന്നു. ബല കൈകൊണ്ട് കയറ്റി കുറേ ആളുകൾ എന്ത് ചെയ്യും, ബലകളൊക്കെ പൊന്തിച്ചുകൊണ്ട് ഫൈബർ ബോട്ടിലേക്ക് അല്ലെങ്കിൽ ചുണ്ടൻ വള്ളത്തിലേക്ക് വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും, റോപ്പ് പിടിച്ച് വലിച്ച് വള്ളത്തെ കരക്ക് കൊണ്ടുവരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ യുഗമൊന്നുമില്ലാതെ ഇന്നിപ്പം ഒക്കെ പോയിട്ട് റോപ്പും വലയൊക്കെ ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. അതിൻ്റെ പേരാണ് ബീഞ്ച് എന്നൊരു സമ്പ്രദായം. പഴയ കാലത്തും ബീഞ്ച് എന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. പിന്നീട് അവിടെ എന്ത് വന്നു, ബീഞ്ച് വന്നു. അങ്ങനെ പിന്നീട് അതിന് ശേഷം ഫൈബർ ബോട്ട് വന്നു. ആ ഫൈബർ ബോട്ട് വന്ന ശേഷം ഫൈബർ ബോട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഗ്ലാസ് ഫൈബർ വന്നു, പിന്നെ ഓരോന്നിനും ഓരോ പേരിടുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ വലിയ ബോട്ടുകളാണ്, വലിയ ഫൈബർ ബോട്ട് കടലിൻ്റെ എത്രയോ നടുവിലാണ് ഉണ്ടാവുക. എന്നിട്ട് ചെറിയ ഫൈബർ ബോട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യും, മീൻ പിടിക്കാൻ വേണ്ടി പോവും. ഇതേ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത്. അപ്പം പഴയ കാലത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അധ്വാനിച്ചതുപോലെ അധ്വാനം ഇന്നത്തെ മത്സ്യത്തൊഴിലാളികൾ അധ്വാനിക്കുന്നില്ല. കാരണം അവർക്ക് പണിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ യുഗം
യുഗം പുരോഗമിക്കുന്നതനുസരിച്ച് തന്നെ ഓരോന്നും വന്ന് വന്നിരിക്കും. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വല തുന്നുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു കൊണ്ടാണ് അവരെന്താണ് വല തുന്നുന്നത്. ഇനിയിപ്പോൾ ആ സമ്പ്രദായമൊന്നും വേണ്ട. ഇനിയിപ്പോൾ വല തുന്നുന്നതിനൊന്നും ആ സമ്പ്രദായമൊന്നും വേണ്ട. ഇനി അതിൻ്റെ യുഗവും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് സഹോദരന്മാരെ. എത്ര വിശാലമായ നാടാണ് ഞങ്ങളുടെ നാട്. നോക്കിക്കുക, എല്ലാവരും കണ്ട ഒരു സ്ഥലമാണിത്. പഴയ കാലത്ത് ചുണ്ടൻവള്ളമൊന്നും കാണാനില്ല. ഞാൻ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ചാലിയം മുതൽ ഉണ്ണിയാല വരെയുള്ളതായ എൻ്റെ നാട്ടിലുള്ളതും മറുനാട്ടിലുള്ളതുമായ എല്ലാ പഴയ കാലത്തുള്ള ചുണ്ടൻവള്ളങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൽ ചില വള്ളങ്ങളുടെ പേരൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അത് പറഞ്ഞു. പിന്നീട് ഞാൻ ഇന്ന് ഇടാനുള്ള വീഡിയോ തന്നെ ഞാൻ തീരുമാനിച്ചാണ് നമ്മുടെ നാട്ടിലുള്ളതായ പഴയ കാലത്തുള്ള മത്സ്യത്തൊഴിലാളികളും ഇന്നത്തെ കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് പറയണം. അങ്ങനെ ഞാൻ നേരത്തെ ഒന്നും കൂടി ആവർത്തിച്ച് പറയുക, പഴയ കാലത്തുള്ള ആളുകൾക്ക് തണ്ട് വലിച്ചു കൊണ്ടായിരുന്നു അവർ തോണിയിലേക്ക് പോയത്. അന്നത് അധ്വാനം മനസ്സിലാക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് പഴയ കാലത്ത് ചുണ്ടൻ വള്ളങ്ങളും അതേപോലെ പഴയകാല തോണികളൊക്കെ പോകുമ്പോൾ ഈ യാമത്തല അഥവാ മുകളിലെന്ന് പറയും ഈ കടൽക്ഷോഭം ഇങ്ങനെ കടലിലെ തിരമാലകൾ മറയുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് തോണികളും ഫൈബറുകളൊക്കെ എന്തായിരിക്കുന്നുണ്ടാവും, ആ തോണികളും ഫൈബറുകളും ആ അണിയൻ ഭാഗം പൊന്തിങ്ങാണ്ട് വെള്ളം ചീറ്റിക്കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ നൊര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ മഹാനരായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കപ്പൽ ദുരന്തം ഉണ്ടായ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നൂഹെ നീ കപ്പലിൽ കയറുമ്പോൾ ചൊല്ലിക്കോളി ബിസ്മില്ലാഹി മജ്രിഹ വ മുർസാഹ എന്ന് ചൊല്ലിക്കോ. ഇതെന്താണ് സംഭവം പറയുന്നത്? കപ്പലിങ്ങനെ കടൽ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരു ചെരിവുണ്ടാവും, അതാ ബിസ്മില്ലാഹി മജ്രിഹ എന്ന് പറയും. പിന്നെ മുർസ പിന്നെ നേരക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ജലപ്രളയം അതായത് വെള്ളപ്പൊക്കമുണ്ടായ കാലഘട്ടം അതൊക്കെ നമ്മളൊന്ന് അതായത് വെള്ളപ്പൊക്കമുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ വ്യത്യാസമുണ്ട് മോമിനികളെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നൂറുൽ ഇസ്ലാം ഫൈബർ ഗ്ലാസ് ഫൈബറിൻ്റെ ചെറിയ ഫൈബർ തോണിയാണ് നമ്മുടെ അടുത്ത് കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമാണ് ഈ വള്ളക്കാരൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോഴൊക്കെ നമുക്കൊക്കെ വളരെ സന്തോഷമാണുള്ളത്. അള്ളാഹു നമ്മുടെ നാട്ടിലുള്ള എല്ലാ വള്ളങ്ങൾക്കൊക്കെ ഹൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ അങ്ങനെ ചുണ്ടൻവള്ളമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ആളുകളൊക്കെ അധ്വാനിച്ചുകൊണ്ട് കഥ കമ്പ പിടിച്ച് വലിച്ചുകൊണ്ട് പഴയ കാലത്തുള്ള ആളുകൾ കൈ നോക്കി അവരെ കൈയൊക്കെ എന്തായിട്ടുണ്ട് തയമ്പ് വെട്ടിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ തയമ്പ് കാണാൻ തന്നെ കഴിയുന്നില്ല. കാരണം ഇന്നത്തെ കാലത്ത് അധ്വാനമില്ല. ഇന്നത്തെ കാലത്ത് ഒരു അധ്വാനമായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളത് സഹോദരന്മാരെ. എത്ര വിശാലമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏയ് സൗദ സുഖല്ലേ? അൽഹംദുലില്ലാ. എത്ര വിശാലമായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട് വളരെ വിശാലമായ ഒരു നാടാണ്. എൻ്റെ നാട് ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ച് വടക്കേക്കടപ്പുറം എന്നാണ്. ആ വടക്കേക്കടപ്പുറത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് വളപ്പിൽ എന്ന പ്രദേശം. എത്ര ആളുകളായിരുന്നു. പഴയ കാലത്തുള്ള മത്സ്യത്തൊഴിലാളികളും ഇന്നത്തെ മത്സ്യത്തൊഴിലാളികളും തമ്മിൽ വ്യത്യാസം നമ്മളിവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം എത്രമാത്രമാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾ രാവിലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ മത്സ്യം നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, പഴയ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചും ഇന്നത്തെ ആളുകൾ തമ്മിൽ അധ്വാനമാണ്. ഇന്നിപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പം കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് എല്ലാ മീനൊക്കെ കാണുന്നുണ്ട്. അന്നത്തെ കാലത്ത് കുറേ അധ്വാനിച്ചുകൊണ്ടാണ് മീൻ പിടിച്ചത്. കുറേ പേര് തോണിയൊക്കെ മണ്ണിലുള്ള തോണി കടലിലേക്ക് കയറ്റാൻ വേണ്ടി കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കും, മക്കൾ വിളിച്ചുകൊണ്ടിരിക്കും. ഇന്നൊക്കെ തോണിയെയും ചുണ്ടൻവള്ളത്തിനെയും തള്ളിത്താണ് എന്തായിരുന്നു വള്ളത്തിലേക്ക് ഇറക്കി വിട്ടത്. ഇന്നിപ്പോൾ അതിൻ്റെ സമ്പ്രദായമൊന്നുമില്ല. സഹോദരന്മാരെ, വളരെ വിശാലമായി ഞങ്ങൾ ഈ നാട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലാകുന്ന മിസ്ബാഹി വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും എൻ്റെ കൂട്ടുകാരൻ്റെ വീഡിയോയും മറ്റുള്ള വീഡിയോകളൊക്കെ വരുന്നതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനുമായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നോക്കൂ സഹോദരന്മാരെ, എത്ര വിശാലമായ ഈ സ്ഥലമാണ് നമ്മുടെ നാട്. എല്ലാവർക്കും നാടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴൊന്നും ചുണ്ടൻവള്ളം കാണാൻ കഴിയുന്നില്ല. പഴയ കാലത്ത് ചുണ്ടൻവള്ളം കാണാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഇപ്പോൾ വളരെ കുറവ്. ചുണ്ടൻവള്ളം ഇപ്പോൾ എവിടെ ഇല്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കടൽ പ്രദേശത്തൊക്കെ പോയപ്പോൾ ചുണ്ടൻവള്ളം തന്നെ കാണുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാൽ ഫൈബർ ബോട്ടാണ് കാണാൻ കഴിയുന്നത്. പഴയ ചുണ്ടൻവള്ളത്തിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഫേസ്ബുക്കിലോ നിന്ന് അയച്ചു തന്നാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ നാട്ടിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.